ഹായ്, മോഷൻ ഇൻ എ പ്ലെയിനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൊജക്ടൈൽ മോഷൻ. പ്രൊജക്ടൈൽ മോഷന്റെ നമുക്കറിയാം അതിന്റെ പാത്ത് എന്നുള്ളത് എന്താണ്, ഒരു പരാബോളയാണ്. സോ അതിന്റെ ട്രജക്ടറിയുമായി ബന്ധപ്പെട്ട് നീറ്റിന് സാധാരണ രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ വളരെ ലെങ്തി ആയിട്ടുള്ള സ്റ്റെപ്പ് ഒഴിവാക്കി വളരെ ഷോർട്ടായിട്ട് ഇതിലെ ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ നോക്കുന്നത്. നോർമലി നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു പ്രൊജക്ടൈലിന്റെ പാത്തിന്റെ ജനറൽ ഇക്വേഷൻ ആരാണ്? y ഇസ് ഈക്വൽ ടു എക്സ് ടാൻ തീറ്റ മൈനസ് ജി എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2u സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. സോ ഈ ഒരു ലെങ്തി ഇക്വേഷൻ വെച്ച് നമ്മൾ ചോദ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ ടൈം എടുക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം: y ഇസ് ഈക്വൽ ടു എ എക്സ് മൈനസ് ബി എക്സ് സ്ക്വയർ. സോ ഇതിൽ എക്സിന്റെ കോയിഫിഷ്യന്റിനെ നമ്മൾ എ എന്നുള്ളതും അതേപോലെ തന്നെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റിനെ നമ്മൾ ബി എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ ഡിവൈഡഡ് ബൈ ബി ആണ് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾക്ക് മാക്സിമം ഹൈറ്റ് ചോദിക്കുന്ന നീറ്റിന്റെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4b. ഈ രണ്ട് ഷോർട്ട് കട്ട് വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് സാമ്പിൾ ചോദ്യങ്ങൾ നോക്കാം. So the first question, the equation of a motion of a projectile is given by y is equal to 12x minus 3 by 4x square. നമ്മളോട് റേഞ്ച് ആണ് ചോദിച്ചത്. നോർമൽ പ്രൊജക്ടൈലിന്റെ ഫോർമുല വെക്കുകയാണെങ്കിൽ അതൊരു ലെങ്തി സൊല്യൂഷൻ ആയിട്ട് മാറും. നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തു നോക്കാം. റേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിപ്പിച്ച ഫോർമുല ആരാണ്? എ ഡിവൈഡഡ് ബൈ ബി. അതിൽ ആരാണ് എ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. എക്സിന്റെ കോയിഫിഷ്യന്റ് ആണ് ആര്? എ. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് ആരാണ്? 12 ആണ്. അപ്പൊ നമ്മൾ 12 എന്ന് എഴുതാം. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റിനെയാണ് നമ്മൾ ബി എന്ന് വിളിക്കാറ്. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആരാണ്? 3 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഇവിടെ നമുക്ക് 12ഉം അതേപോലെ 3യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വരും. 4 മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വളരെ പെട്ടെന്ന് 16 മീറ്റർ എന്ന് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. ഇപ്പൊ നമ്മൾ റേഞ്ച് ചെയ്തു. ഇതേപോലെ തന്നെ മാക്സിമം ഹൈറ്റിന്റെ ഒരു ചോദ്യവും നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെയും ദ ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ ഇവർ തന്നിട്ടുണ്ട്. y ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 20. നമ്മളോട് ചോദിച്ച കാര്യം എന്താണ്? ദ മാക്സിമം ഹൈറ്റ് ആണ്. അപ്പൊ മാക്സിമം ഹൈറ്റിന്റെയും ഷോർട്ട് കട്ട് ഇക്വേഷൻ നമുക്കറിയാം, എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4b. ആരാണ് എ? എക്സിന്റെ കോയിഫിഷ്യന്റിനെയാണ് നമ്മൾ എ എന്ന് പറയാറുള്ളത്. ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് ആരാണ്? 1 ആണ് അല്ലെ. അപ്പൊ ഇവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് 1 ആയതുകൊണ്ട് എയുടെ വാല്യൂ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു ബി. ആരാണ് ബി? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ് ബി. ഇവിടെ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആരാണ്? 1 ഡിവൈഡഡ് ബൈ 20. സോ 1 ഡിവൈഡഡ് ബൈ 20. Therefore ഈ 4ഉം 20യും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 വരും. 5 നമ്മൾ മുകളിലേക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നുണ്ടാവുക? ദ മാക്സിമം ഹൈറ്റ് വിൽ ബി 5 മീറ്റർ. അപ്പൊ നമ്മൾ ഇവിടെ രണ്ട് ഷോർട്ട് കട്ട് ഇക്വേഷൻസ് പഠിച്ചു. നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫിസിക്സിലെ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഷോർട്ട് കട്ട് മെത്തേഡുകളൊക്കെ ചെയ്തിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്.